ഫ്രണ്ട്സ്, ബ്രിട്ടാനിയ ട്രീറ്റ് ചില്ലി ഗുവാവ ക്രീം സാൻഡ്വിച്ച് ബിസ്ക്കറ്റാണ് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് 51 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. വില വന്നിട്ട് 10 രൂപയാണ്. ഞാനിങ്ങനെ മുളകിൻ്റെ ഫ്ലേവറുള്ള ക്രീം ബിസ്ക്കറ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാക്കറ്റ് നല്ല അട്രാക്റ്റീവായിരുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്ന പിങ്ക് പേരൊക്കെയുണ്ടല്ലോ, ഉള്ളിലായിട്ട് പിങ്ക് ഫ്ലഷ് ഉള്ള അതിൻ്റെ കളറാണ് അവർ ഉദ്ദേശിക്കുന്നത്. പച്ചയും ഉള്ളിലായിട്ട് പിങ്കും. ഇവിടെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാം കേട്ടോ. ഇത് ന്യൂട്രീഷണൽ ഇൻഫർമേഷനാണ്. ഇതും ആവശ്യമുള്ളവർക്കൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഞാൻ വിചാരിച്ചതുപോലെ അല്ല കേട്ടോ ഉള്ളിലെ ബിസ്ക്കറ്റിൻ്റെ നിറം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പ്രത്യേക തരം പച്ച നിറത്തിലുള്ള ബിസ്ക്കറ്റാണ്. ഇടയ്ക്കായിട്ട് ഈ ഒരു പിങ്ക് നിറത്തിലെ ക്രീമുണ്ട്. നമുക്ക് പേരക്കയുടെ പച്ചയെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു പ്രത്യേക തരം പച്ച. ഇതൊരു ക്രിസ്മസ് എഡിഷൻ്റെ ആണ് കേട്ടോ. ശരിക്കും ക്രിസ്മസ് ട്രീ ആണ് ഇതിൻ്റെ ഒരു ഭാഗത്ത്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിപ്പുണ്ട്. അതുപോലെ ഓരോ ബിസ്ക്കറ്റിലും ഓരോ ഇംപ്രൻറ്റേഷനാണ് ഉള്ളത് ഒരു സൈഡിലായിട്ട്. ഉള്ളിലെ ക്രീം ശരിക്കും ആ പേരക്കയുടെ ഉള്ളിലുള്ള പിങ്ക് നിറത്തിലുള്ള ആ ഒരു ഫ്ലഷിൻ്റെ അതേ നിറമാണ് കേട്ടോ. കഴിച്ച് നോക്കുമ്പോൾ ശരിക്കും പേരയ്ക്ക, നല്ല പഴുത്ത പേരയ്ക്ക, ഉപ്പും അതുപോലെ തന്നെ മുളകും ഇട്ട് കഴിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ടേസ്റ്റായിരുന്നു. എല്ലാ ടേസ്റ്റും ഉണ്ട്, പക്ഷേ ബാലൻസ്ഡ് ആയിരുന്നു കേട്ടോ. എരിവുണ്ട്, ഉപ്പുണ്ട്, മധുരമുണ്ട്, പുളിയുണ്ട്. ബാലൻസ്ഡ് ആയിട്ടുള്ള, നമ്മുടെ പേരയ്ക്കയ്ക്ക് ഒരു പുളിയുണ്ട്, മധുരമുണ്ട്. അതുപോലെ തന്നെ ചില്ലി എന്ന് പറയുമ്പോൾ ആ ഒരു എരിവുണ്ട്, കൂടെ ചെറുതായിട്ടൊരു ഉപ്പും ഉണ്ട്. ഈ ഒരു ബിസ്ക്കറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഹാപ്പി ന്യൂ ഇയർ എന്നും ക്രിസ്മസ് ട്രീയും ഒക്കെ വെച്ചിരിക്കുന്നത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ക്രിസ്മസ് എഡിഷനാണ്. ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ ചിലതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും ആ ഒരു ഇംപ്രൻറ്റേഷൻ നോക്കിയിട്ടൊന്നുമില്ല, പക്ഷേ എല്ലാത്തിനും ഒരു ക്രിസ്മസിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അവരെന്തൊക്കെയോ ഒരു പ്രത്യേക രീതിയിൽ അതിന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടോ, പുറത്ത് കൊടുത്തിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ നിറവും ഉള്ളിലെ ബിസ്ക്കറ്റിൻ്റെ നിറവുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. അതൊരു യെല്ലോയിഷ് ഗ്രീനാണ്, പക്ഷേ ഇതൊരു പക്ക ഒരു ഗ്രീനാണ്. കണ്ടോ, ഇതിൽ ക്രിസ്മസ് ട്രീ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ക്രിസ്മസ് ട്രീ ആണ് അതിൽ ഇംപ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ പഴുത്ത പേരയ്ക്ക ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ഇട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളവർക്ക് കൊടുത്തപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം ചെറിയ എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇത് കഴിച്ചതിന് ശേഷം നമ്മുടെ വായിൽ ആ ഒരു പേരയ്ക്ക കഴിച്ച ഒരു ടേസ്റ്റാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റും ഇല്ലായിരുന്നു. കാരണം അവർ അത്ര ജെനുവിനായിട്ട് ആ ഒരു ഫ്ലേവർ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ടേക്ക് കെയർ. ബൈ ബൈ.